ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സർപ്രൈസ്ഡായിട്ട് കൊടുക്കണം. സർപ്രൈസ് കൊടുത്തു. ഭയങ്കരമായിട്ട് സർപ്രൈസായി. എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മയുടെ മുഖത്തെ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം. ഉമ്മ ഭയങ്കര അന്താളിച്ച് നിൽക്കുന്നു. അങ്ങനെ ഉമ്മ അത് ഓപ്പൺ ചെയ്തു. അപ്പം സാധനം കണ്ടപ്പോൾ ഉമ്മയൊന്ന് ഞെട്ടി. ഉമ്മയെ വെല്ലോടം പോകുമ്പം സാധാരണ ഫർദയാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ചുരിദാർ ഒന്നും ചെയ്യാറ്. അങ്ങനെ ഉമ്മയ്ക്ക് ഫർദ കിട്ടിയുണ്ട്. ഉമ്മ ഹാപ്പിയായി. അങ്ങനെ ഏറ്റവും കൂടുതൽ ഉമ്മ ഹാപ്പി ആയത് ഡയറി മിൽക്ക് കിട്ടിയുണ്ട്. ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിഠായികൾ, ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായിയാണ് ഡയറി മിൽക്ക്. അപ്പം എല്ലാം കിട്ടിയപ്പോൾ ഉമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഉമ്മ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി. അപ്പം അടുക്കളയിൽ നല്ല പഴുത്ത മാങ്ങയായിരുന്നു. ഞാനത് ജ്യൂസ് അടിച്ച് ഇവർക്കെല്ലാം കൊണ്ട് കൊടുത്തു. അങ്ങനെ അമ്മയുടെ ബർത്ത്ഡേയിൽ അനിയനും കിട്ടിയൊരു ജ്യൂസ്, അനിയത്തിക്കും കിട്ടിയൊരു ജ്യൂസും. രാത്രിയിൽ കേക്കിന് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം ഓർഡർ ചെയ്ത കേക്ക് ഇതുവരെ എത്തിയില്ല. അപ്പം ഉമ്മ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ മാമയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പം നമ്മളുടെ കേക്ക് കറക്റ്റ് സമയത്തിന് വന്നിരുന്നു. അപ്പം എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനുള്ള ആക്രാന്തത്തിലായിരുന്നു ഇവിടെ. കേക്ക് വേൾഡിൽ നിന്നായിരുന്നു വന്നത്. വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. വൈറ്റ് ഫോറസ്റ്റിൽ മറ്റേ മിൽക്ക് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കടിക്കുമ്പം ഒരു നല്ലൊരു ക്രിസ്പിനെസ് പോലെ ഫീൽ ചെയ്തു. നല്ല കേക്കായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി കേക്ക്. അങ്ങനെ ആദ്യത്തെ പീസ് തന്നെ എനിക്ക് കിട്ടി. എനിക്ക് സന്തോഷമായി. പിന്നെ രണ്ടാമത്തെ പീസ് അനിയന്, അങ്ങനെ മൂന്നാമത്തെ പീസ് അനിയത്തിക്കുമായി കിട്ടി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ഈ മോതിരമാണ് ഉമ്മയ്ക്ക് അനിയത്തി കൊടുത്തത്. അപ്പം അവളുടെ ഗിഫ്റ്റ് ഇതായിരുന്നു. ഈ ഒരു മോതിരമായിരുന്നു, റിംഗ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.